എന്തിനാണ് തമ്മിൽ കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത് എന്നറിയാമോ? ഷെയ്ക്ക് ഹാൻഡിനെ പറ്റി നമുക്കറിയാവുന്നതിൽ വെച്ച ഏറ്റവും പഴക്കമുള്ള തെളിവ് 3000 വർഷങ്ങൾക്ക് മുൻപ് ഇറാഖിലെ നിമ്രൂദ് എന്ന പുരാതന നഗരത്തിൽ നിന്ന് ഒരു ശില്പം കണ്ടെത്തിയിരുന്നു. ഇത് BC 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ഇതിൽ അസീറിയൻ രാജാവായ ഷാൽമനേസർ മൂന്നാമനും ബാബിലോണിയൻ രാജാവായ മുർദുഖ്സാക്കിർ ഷുമിയും തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന ശില്പമാണ്. ഇതിലൂടെ ആ രാജാക്കന്മാർ തമ്മിലുള്ള അടുപ്പം മനസ്സിലാക്കാം. അതുപോലെ ജർമ്മനിയിലുള്ള ബെർഗ്ബൗ മ്യൂസിയത്തിൽ BC 5-ാം നൂറ്റാണ്ടിലുള്ള കല്ലിൽ കൊത്തിയ ഒരു പ്രതിമയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 2 പോരാളികൾ കൈകൊടുക്കുന്ന രൂപവുമുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൈകൊടുക്കുന്ന ശീലം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. ആദ്യകാലങ്ങളിൽ കൈകൊടുക്കുമെങ്കിലും കുലുക്കുന്ന ശീലം ഇല്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് 2 പേർ കണ്ടുമുട്ടുമ്പോഴും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യും. പിരിയുമ്പോഴും അഭിനന്ദിക്കുമ്പോഴുമെല്ലാം ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ പണ്ട് കാലത്ത് രാജാക്കന്മാരും യോദ്ധാക്കളും കൈകൊടുത്തുകൊണ്ടിരുന്നത് 2 പ്രധാന കാര്യങ്ങൾക്കാണ്. തൻ്റെ കയ്യിൽ ഒരു വിധത്തിലുള്ള ആയുധവുമില്ല, വെറും കൈയോടെയാണ് തന്നെ കാണാൻ എത്തിയത് എന്നറിയിക്കാനാണ്. 2 ചർച്ചകളിൽ ഒരു തീരുമാനത്തിൽ എത്തി എന്നറിയിക്കാനും കൈകൊടുത്തിരുന്നു. ഇതിൽ റോമാക്കാർ കൈകൊടുക്കുന്നത് മാത്രം വിശ്വസിക്കാതെ മറച്ചുവെച്ച ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ വീഴാനായി കൈ കുലുക്കുകയും ചെയ്തിരുന്നു. ഇത് പിന്നീട് ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയതുവഴി ഇന്ത്യയിലേക്കും ഇത് വ്യാപിച്ചു.